അപ്പം അതുവരെ സ്വന്തം അടുത്ത കുടുംബത്തിൽ പോലും എന്നും ഇടപഴകി ജീവിച്ചിരുന്ന ആളുകൾ പോലും ഇദ്ദ കാലഘട്ടത്തിലാണെങ്കിൽ മെഹ്റമാണെങ്കിൽ പോലും കാണാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നെ അടുത്ത വീട്ടിലെ പെണ്ണുങ്ങളാണെങ്കിൽ പോലും കാണാൻ പാടില്ല. ഇതിങ്ങനെ ഒരു ശരിക്ക് മറ്റുള്ളവരുമായിക്കൊണ്ട് ഇടപഴകുമ്പോൾ അവർക്ക് സംഭവിച്ച ദുഃഖം കുറച്ച് ലോലമാവുക ചെയ്യാം. പക്ഷെ ഇത് മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം പോലും മുറിച്ച് കളഞ്ഞൊരു പ്രത്യേക റൂമിൽ ഒരു പ്രത്യേകമായ ഇടത്ത് ജീവിക്കണം, അല്ലെങ്കിൽ അതാണ് ശരിക്കും ഇദ്ദ എന്ന് പറയുന്നത് ശരിക്കൊരു അതിരുകവയിലാണ്. ഇസ്ലാമിലുള്ളതുപോലെ നമ്മൾ പറയാം. അതേപോലെ തന്നെ ഒരു പെണ്ണിൻ്റെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അവർ തലാഖ് ചൊല്ലി പിന്നെ കാലാകാലം ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ദിക്റും ചൊല്ലി കുത്തിരിക്കണം. അവർക്കൊരു യാത്ര പോകാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പാടില്ല. പോകുമ്പോൾ ഇസ്ലാമികമായ ശുറൂത്തുകളൊക്കെ പാലിക്കണം എന്നല്ലാതെ അവർക്ക് പിന്നീട് ഒരു ആസ്വാദനത്തിനും വകയില്ല എന്നൊന്നും ഈ ദീനിൽ ഏതായാലും അതിനൊന്നും അടിസ്ഥാനമില്ല.